ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചൂടായതിന് ശേഷം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കടുക്, 1/2 ടേബിൾ സ്പൂണ് ഉഴുന്ന്, 1/2 ടേബിൾ സ്പൂണ് പരിപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കടുകും ഉഴുന്നും പരിപ്പൊക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുവോളം അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഞാനിതിലേക്ക് നിലക്കടലയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് വറുത്ത നിലക്കടലയോ വറുക്കാത്ത നിലക്കടലയോ ചേർക്കാം കേട്ടോ. വറുത്തതാകുമ്പോൾ അധികം വറുക്കാൻ നിൽക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് 30 സെക്കൻഡ് ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ക്യാരറ്റ്, ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വേവാൻ പണിയും. ഇതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സേമിയ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ സേമിയ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സേമിയനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സേമിയനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സേമിയൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ സേമിയ കുക്കായത്. ഇനി ഞാനിതൊന്ന് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ മസാലയ്ക്ക് സേമിയനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളികേരമാണ് കേട്ടോ. നാളികേരം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.